ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോയാണ്. വളരെ സിമ്പിളായിട്ടൊരു ടിപ്സാണ്. നമുക്ക് നീളമുള്ള പീസസിനെ ഒരുപാട് പീസസ് ഉണ്ട്, പക്ഷേങ്കിൽ നമുക്ക് അതിനേക്കാൾ നീളം വേണം. അപ്പം നമുക്ക് അതിനെ അറ്റാച്ച് ചെയ്ത് എടുക്കണം. അതെങ്ങനെയാണ് ഈ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്ന പീസസിനെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയെ. അത് ക്രോസ് കട്ടല്ല, അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന പീസസിനെ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് വളരെ സിമ്പിളായിട്ട് എടുക്കുന്നതെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് എത്ര വീതിയുള്ള പീസസിനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് പറയുന്ന മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലോങ് വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാൻ സാധിക്കുമേ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മൾ പീസസിനെ ഇതുപോലെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്താണ് വെക്കുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് പറയുന്നത്. കറക്റ്റ് ഈ സെൻറ്ററില്ലേ, അപ്പം അവിടേക്ക്, അതായത് ഓവർലാപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ടോപ്പ് ഔട്ടർ പോയിന്റിൽ നിന്ന് ഇൻസൈഡ് പോയിന്റിലേക്ക് ക്രോസ് സ്റ്റിച്ച് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, അതായത് മിഡ് പോയിന്റിലേക്ക് നമ്മൾ വരച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് തെറ്റായ ഒരു മെത്തേഡാണ്. അപ്പം നമുക്കിത് നിവർത്തി കഴിയുമ്പോൾ ഇത് കറക്റ്റായി വരത്തില്ല. ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് വരും. നമുക്കത് ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ട് നിവർന്ന് കിട്ടത്തില്ല. ഇതെല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇത് ഇവിടെ ഒന്ന് പറയുന്നത്. അതെല്ലാവരും അതൊന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ തെറ്റിനിയും ആവർത്തിക്കാതിരിക്കാൻ പറ്റുമേ. ഇനി നമ്മൾ കറക്റ്റായിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. ഇതുപോലെ ഒരേ വിഡ്ത്തുള്ള രണ്ട് പീസസാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഓവർലാപ്പാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. ഇതിൻ്റെ സൈഡുകൾ തമ്മിൽ ഓവർലാപ്പ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അതായത് ഈ ഓവർലാപ്പ് വെച്ച പീസിൻ്റെ ഇൻസൈഡ് ടോപ്പിൽ നിന്ന് ഔട്ടർ സൈഡിലേക്ക്, അതായത് ഔട്ടർ പോയിന്റിലേക്ക്, അവിടെ ആ അടിയിൽ വരുന്നതിനൊരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലേക്ക് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് നിവർത്തുമ്പോൾ കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഏത് അളവിലുള്ള വിഡ്ത്ത് വേണമെങ്കിലും എടുക്കാം. ഇപ്പം 2 ഇഞ്ചോ 4 ഇഞ്ചോ 8 ഇഞ്ചോ ഒക്കെയുള്ള പീസസിനെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. പക്ഷേ രണ്ട് പീസിൻ്റെയും വിഡ്ത്തുകൾ തമ്മിൽ ഒരുപോലെ ഒരേ വിഡ്ത്തായിരിക്കണം. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ മാത്രം മതി. അപ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എത്ര നീളമുള്ള പീസസ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുമേ. നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ പീസസ് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നല്ല വശത്തിൽ തമ്മിൽ ഫോൾഡ് ചെയ്ത് റോങ് സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ടാഗ് എത്ര വേണമെങ്കിലും വിഡ്ത്തിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു മെത്തേഡിൽ അറ്റാച്ച് ചെയ്തെടുത്താൽ ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ ഈ വീഡിയോ കാണിക്കാൻ കാര്യം, ഇത് കണ്ടോ, നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്ത് സീം അലവൻസ് ഇങ്ങനെ നിൽക്കും. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഇതുപോലെ ചേർത്ത് വെച്ച്, അതായത് ത്രെഡ് കട്ട് ചെയ്യരുത്, ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ നമ്മൾ സീം അലവൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ബാക്കി എത്രയാണോ ലെങ്ത് അത് ഫുള്ള് നമുക്ക് ഇതേ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. എന്നിട്ട് നമുക്കിത് തിരിച്ചെടുക്കുകയൊക്കെ ചെയ്യാം. അതപ്പം നമുക്ക് ഇതിൻ്റെ നല്ല വശം പുറത്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് ഇത് കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ എല്ലാ പീസസും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ഓൾ പീസസ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു നീഡിൽ ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു സൈഡിലേക്ക്, ഓപ്പൺ ഭാഗത്ത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ നമ്മൾ നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു നോട്ട് ഇട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ നീഡിലിൻ്റെ തന്നെ ബാക്ക് വശം വെച്ച് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നമ്മളുടെ ടാഗ് ലഭിക്കുക. ഇത് ഏത് വിഡ്ത്തിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് മേക്ക് ചെയ്തെടുക്കാവേ. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് തരാനും തുടർന്നുള്ള വീഡിയോസ് കാണാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.